ഞാൻ ഇന്നൊരു മാക്രോണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വാങ്ങി വെച്ചിട്ട് കുറച്ചേറെയായി, ഇതുവരെ ഒന്നും ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്താണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇട്ടതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അത് ഒന്ന് മിക്സായി വരുമ്പോഴേക്കും ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ 2 സവാളയാണ് എടുത്ത് വെച്ചിരുന്നത്. അത് രണ്ടും അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു തക്കാളിയുടെ പകുതിയും കൂടി മാത്രമേ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പച്ചമുളകും. ഇവയെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞ് വെച്ചിരുന്നു. അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഗരം മസാലയും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മറ്റ് മസാലക്കൂട്ടുകളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര എരിവായിപ്പോവും. കൂടുതൽ എരിവായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളത് കഴിക്കില്ല. അതുകൊണ്ട് തന്നെ അത് പിന്നെ വേസ്റ്റായി പോവുകയുള്ളൂ. അതുകൊണ്ട് മറ്റ് മസാലക്കൂട്ടുകളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കാതെ ഒന്ന് നന്നായിട്ട് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് നന്നായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം സോയാ സോസ് കൂടി കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പേരിന് മാത്രം കുറച്ച് സോയാ സോസ് കൂടി ചേർത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് മാക്രോണി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല കട്ടയായി പോകും. അതുകൊണ്ട് ഒരു പകുതി വേവ് ആകുമ്പോഴേക്കും നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. പിന്നെ അത് അവിടെ ഇരുന്ന് വെന്തുകൊള്ളും. അതിനുശേഷം ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ